നമുക്കിന്നേ കുരുമുളക് ഇട്ട് നങ്കുമീൻ അങ്ങ് കറി വെച്ചാലോ? വായോ. ഞാൻ ആദ്യം തന്നെ കുടംപുളി എടുത്ത് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. പിന്നെ പൊടികൾ എടുത്തിട്ട് കുറച്ചേറെ കുരുമുളക് എടുക്കണേ, അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. എന്നിട്ട് ചൂടുവെള്ളം ഒഴിച്ച് മാറ്റി വയ്ക്കാവേ. അത് കഴിഞ്ഞിട്ട് ചട്ടി വെച്ച് ചൂടായി കഴിയുമ്പോഴത്തേനും വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേനും ഉലുവ ഇടുന്നുള്ളേ, കടുക് ഇടുന്നില്ല. അത് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ച സാധനങ്ങളിട്ട് മൂപ്പിച്ചെടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് തക്കാളി ഉടഞ്ഞു വരുമ്പോഴത്തേക്കും പൊടി ഒഴിച്ചു കൊടുക്കാവേ. പൊടി നന്നായിട്ട് മൂത്ത് എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കുടംപുളി ഇട്ട് കൊടുക്കാം. അതങ്ങ് ചെറുതായിട്ടൊന്ന് ചൂടായി വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുള്ള ഈ മീനിന് വേഗം വെന്ത് കിട്ടും കേട്ടോ. എന്നിട്ട് അത് നന്നായി തിളച്ചൊന്ന് പറ്റി വന്നിട്ടാണ് ഞാൻ മീനിട്ട് കൊടുത്തത്. ആ മീനൊന്ന് ശകലം വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് പച്ചമുളകോ കാന്താരിയോ എന്താണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് എടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണേ.